എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു. ആർ കെ ബിസ് ലീഗൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം എന്താണ്? കോൺസെപ്റ്റ് ഏതാണ്? അത് ലീഗൽ റൈറ്റ്, ലീഗൽ ഡ്യൂട്ടി എന്ന രണ്ട് കോൺസെപ്റ്റ്സാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തിനു വേണ്ടിയാണ് ആളുകൾ കോടതിയിൽ പോകുന്നത്? അഭിഭാഷകരല്ലാത്ത, ജഡ്ജസ് അല്ലാത്ത, കോടതി ഉദ്യോഗസ്ഥരല്ലാത്ത ബാക്കി ഏത് സാധാരണക്കാരനും കോടതിയിൽ പോകുന്നത് തൻ്റെ വാല്യുബിളായിട്ടുള്ള ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യപ്പെടും എന്ന് ഭയപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. തൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. ലീഗൽ റൈറ്റുമായിട്ടുള്ളൊരു ബന്ധം എല്ലാ കോടതി കേസുകളിലും ഉണ്ട്. കേസുകൾ എന്ന് പറയുന്നത് തന്നെ ലീഗൽ റൈറ്റിൻ്റെ വയലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിനുവേണ്ടി അല്ലാതെ ആരും കോടതിയിൽ പോകുന്നില്ല. അപ്പോൾ ലീഗൽ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം തന്നെ ലീഗൽ റൈറ്റ്സ് ആൻഡ് ലീഗൽ ഡ്യൂട്ടീസ് എന്ന രണ്ട് കോൺസെപ്റ്റുകളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലാതെ ലോയെക്കുറിച്ചോ ലീഗൽ സിസ്റ്റത്തെക്കുറിച്ചോ കൃത്യമായി മനസ്സിലാക്കി എന്ന് കരുതാനാവില്ല. അപ്പോൾ എന്താണ് ഈ അവകാശം എന്ന് പറഞ്ഞാൽ? എൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ അവകാശം എന്ന് പറഞ്ഞ അർത്ഥം? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വാട്ട് ഈസ് എ ലീഗൽ റൈറ്റ്? ഇതിൻ്റെ ഡെഫിനിഷൻസൊക്കെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസിലേക്കൊക്കെ വളരെ വിശദമായി പോയി ഓരോന്നിനെയും ഒരു ക്ലാസ് റൂമിൽ എന്നതുപോലെ പരിശോധിക്കുക എന്നുള്ളത് ഇന്നത്തെ ലക്ഷ്യമല്ല. എങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ വയ്യ. നമുക്ക് മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യർക്ക് സമൂഹത്തിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സമൂഹത്തിന് പുറത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന് പുറത്തെടുത്തിട്ട മത്സ്യത്തെ പോലെ മനുഷ്യൻ മരിച്ചു പോവുക തന്നെ ചെയ്യും. ഇത് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ക്വാറൻറ്റൈനിലിരിക്കാൻ ഒരു മണിക്കൂർ നേരം ഇരിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധ്യമല്ല. നമുക്ക് അന്യോന്യ ബന്ധങ്ങളില്ലാതെ, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ, മറ്റു മനുഷ്യരെ കാണാതെ, സംസാരിക്കാതെ ജീവിക്കാനാവില്ല എന്നുള്ളത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് സമൂഹത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ബാധിക്കരുത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മൈ ലിബർട്ടി ഷുഡ് ബി അഡ്ജസ്റ്റഡ് ടു ദ ലൈക്ക് ലിബർട്ടി ഓഫ് അതേഴ്സ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇവിടെ ഉള്ളതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ അവിടെ ഉള്ളതാണ് എൻ്റെ പ്രശ്നം. മറ്റാരുമില്ലാത്ത ഒരു ദ്വീപിൽ റോബിൻസൺ ക്രൂസോയെ പോലെ ഞാൻ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നിയമവുമില്ല, റൈറ്റുമില്ല, ഡ്യൂട്ടിയില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യവുമില്ല. എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ചോദിക്കാനില്ല, പറയാനില്ല. സമൂഹത്തിലാവുമ്പോൾ അങ്ങനെ കഴിയില്ല. സമൂഹത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ പരിഗണിച്ചേ പറ്റൂ, സമൂഹത്തെ പരിഗണിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മളുടെ പ്രവർത്തികൾക്ക്, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രവർത്തികൾക്ക് നിയന്ത്രണങ്ങൾ ആവശ്യമായി വരും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം ചെയ്യാൻ ഒരു സമൂഹത്തിന്, ഒരു രാജ്യത്തിന് അനുവദിച്ച് തരാൻ കഴിയില്ല. ആ രാജ്യത്തിലെ നിയമത്തിന് അനുവദിച്ച് തരാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും, എൻ്റെ ഇപ്പോൾ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതെൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നിടത്തോളം യാതൊരു തകരാറുമില്ല. മറിച്ച് ഞാനത് പുറത്തേക്കെടുക്കുമ്പോൾ, ഞാനതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹം എന്നോട് പറയും, ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്നോട് പറയും ഓക്കെ ഇത് ചെയ്യാം. സമൂഹം ചില കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ സമൂഹം പറയും അത് വേണ്ട, അതവിടെ വെച്ചാൽ മതി. ഉദാഹരണത്തിന് എനിക്ക് 15 വയസ്സായി, വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. സമൂഹം പറയും ആയിട്ടില്ല, 18 വയസ്സാകുമ്പോൾ ചെയ്താൽ മതി. ഈ ലോകത്തിലെ സ്വത്ത് മുഴുവൻ എനിക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ സമൂഹം പറയും അത്രയും പറ്റില്ല. അപ്പോൾ ഈ നാട്ടിൽ സ്വത്തുകൾ എന്താ പറയുക, സമ്പാദിക്കുന്നതിന് ചില ലിമിറ്റ്സ് ഉണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ നമ്മളുടെ പ്രവർത്തികളെ പല തരത്തിൽ
സമൂഹവും നിയമവും നിയന്ത്രിക്കുന്നുണ്ട്. ജോൺ സാൽമണ്ട് റൈറ്റ്സിനെ നിർവചിച്ചത് ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ റൂൾ ഓഫ് ലീഗൽ ജസ്റ്റിസ് എന്നാണ്. ജോൺ സാൽമണ്ടിനെ നിങ്ങൾക്കറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജൂറിസ്റ്റാണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്തത് അൻ ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ റൂൾ ഓഫ് ലീഗൽ ജസ്റ്റിസ് എന്നാണ്. നിങ്ങളുടെ താല്പര്യങ്ങളാണ്, നിങ്ങളുടെ താല്പര്യങ്ങളിൽ സമൂഹം അനുവദിക്കുന്ന താല്പര്യങ്ങളാണ് നിങ്ങളുടെ റൈറ്റുകൾ. നിങ്ങളുടെ താല്പര്യങ്ങളിൽ സമൂഹം അനുവദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ താല്പര്യങ്ങളാണ് നിങ്ങളുടെ റൈറ്റുകൾ എന്ന് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങളിൽ ചില താല്പര്യങ്ങൾ തെറ്റാണ്, സമൂഹത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ്, തമ്മാടിത്തരമാണ്, അനുവദിക്കില്ല. എന്നാൽ ചില താല്പര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണ്, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് ആവശ്യമുള്ളതാണ്, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ്, അത് അനുവദിക്കാവുന്നതാണ്. അങ്ങനെ അനുവദിക്കപ്പെടുന്ന നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ അവകാശങ്ങളാണ്. അനുവദിക്കപ്പെടാത്തവ നിങ്ങൾ ചെയ്താൽ അത് കുറ്റകൃത്യമാണ്. ഈ ഒരു ഡെഫിനിഷനിലേക്ക്, ക്ലാരിറ്റിയിലേക്ക് കൂടുതൽ വരുന്നതിന് മുൻപ് ഈ ഒരു ഡെഫിനിഷനിലേക്ക് വന്നതങ്ങനെ എളുപ്പത്തിലല്ല. നമുക്കറിയാം, ഓസ്റ്റിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹമാണ് അനലിറ്റിക്കൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായ ഡെഫിനിഷൻസ്, ബേസിക് കോൺസെപ്റ്റ്സിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റിനെ കുറിച്ചുമുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈറ്റിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഒന്നറിയേണ്ടത്, നമുക്ക് എല്ലാ ഡെഫിനിഷനും ഒന്നും പരിശോധിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ പരിശോധിക്കാതിരിക്കാൻ കഴിയില്ല. എ പാർട്ടി ഹാസ് എ റൈറ്റ് വെൻ അനദർ ഓർ അതേഴ്സ് ആർ ബൗണ്ട് ഓർ ഒബ്ലൈഡ് ബൈ ലോ ടുവാർഡ്സ് ഓർ ഇൻ റിഗാർഡ് ഓഫ് ഹിം എന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അർത്ഥം, നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരാളോ ഒന്നിലധികം പേരോ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ ബാധ്യതയുള്ളവരായി ഉണ്ട് എന്നാണ്. സോ ഓസ്റ്റിൻ ഡിഫൈൻഡ് റൈറ്റ് ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടി. ഉദാഹരണത്തിന്, എക്സ് എന്നോട് കടം മേടിച്ച 1000 രൂപ തരാനുണ്ട്. അതുകൊണ്ട് എക്സിൽ നിന്ന് 1000 രൂപ കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പോൾ എക്സിൽ നിന്ന് 1000 രൂപ കിട്ടാനുള്ള അവകാശം എനിക്ക് ഉണ്ടാവുന്നത് 1000 രൂപ തരാനുള്ള എക്സ് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ 10 സെൻറ്റ് സ്ഥലവും വീടും അതിൻ്റെ ഓണർഷിപ്പ്, ഉടമസ്ഥ അവകാശം എനിക്കുണ്ട്. എനിക്ക് ഉടമസ്ഥാവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യുന്നതിനെ, അതിൽ താമസിക്കുന്നതിനെ, പീസ്ഫുള്ളായി ജീവിക്കുന്നതിനെ തടസ്സപ്പെടുത്തരുത് എന്നാണ് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി ആർക്കാ? സമൂഹത്തിനാകെയാണ്. അപ്പം അങ്ങനെ സമൂഹത്തിനാകെ അത്തരമൊരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും കയറി ഇറങ്ങാൻ, അവർക്കും ഇതേ അവകാശമുണ്ട് ഈ വീട്ടിൽ കയറാൻ എന്നാണെങ്കിൽ എനിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല. എനിക്ക് ഉടമസ്ഥാവകാശം ഉണ്ടായത് മറ്റാർക്കും കയറാൻ അവകാശമില്ലാത്തതും എനിക്ക് മാത്രം കയറി താമസിക്കാൻ അവകാശമുള്ളതുമായ രൂപത്തിൽ മറ്റാർക്കും കയറരുത് എന്നുള്ള ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതൊരു നെഗറ്റീവ് ഡ്യൂട്ടിയാണ്. എങ്കിലും അങ്ങനെ ഒരു ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് അത് ഉടമസ്ഥാവകാശമായി വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഏത് റൈറ്റിനെ സംബന്ധിച്ചും കറസ്പോണ്ടിങ് ആയി അപ്പുറത്ത് ഡ്യൂട്ടി ഉള്ള ഒരാളുണ്ട്. എനിക്ക് 1000 രൂപ കിട്ടാനുണ്ട്. ആരാണ് തരാനുള്ളത്? അതറിയില്ല. അബ്സർഡിറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടാവാൻ കഴിയില്ല. 1000 രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ ആര് തരണം എന്നുള്ള സ്വാഭാവിക ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണം. അത് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല എന്നാണ് അർത്ഥം. എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്ന ഡ്യൂട്ടി സമൂഹത്തിനുണ്ട്. അങ്ങനെ ഏത് റൈറ്റ്, നമ്മൾ വിചാരിക്കുന്ന ഏത് അവകാശം എടുത്ത് പരിശോധിച്ചാലും ആ അവകാശങ്ങൾക്കെല്ലാം അപ്പുറത്ത് അതിന് അനുസൃതമായി നിങ്ങളോട് എന്തോ ചെയ്തു തരേണ്ട ഒരാളുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടാവുന്നത് എന്നാണ് ഓസ്റ്റിൻ ഡിഫൈൻ ചെയ്തത്. എന്താ തകരാറ്? വളരെ ശരിയെന്ന് തോന്നുന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷനല്ലേ. ഈ ഡെഫിനിഷൻ ഇപ്പോൾ എന്തിനാ മാറ്റേണ്ട ആവശ്യം? ഈ ഡെഫിനിഷന് ഒരു വലിയ പ്രശ്നമുണ്ട്.
ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ഡെഫിനിഷനിലേക്കും കൃത്യതയിലേക്കും ക്ലാരിറ്റിയിലേക്കും വരുന്നത്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഓസ്റ്റിൻ്റെ ഡെഫിനിഷനുള്ള തകരാറ്? ഓസ്റ്റിൻ്റെ ഡെഫിനിഷനുള്ള തകരാറ്, ഒരു പോലീസുകാരന് കള്ളനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് കള്ളന് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയേണ്ടി വരും. ആരാച്ചാർക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ആളെ തൂക്കിക്കൊല്ലാനുള്ള ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് തൂക്കിക്കൊല്ലപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാനുള്ള ഡ്യൂട്ടിയുള്ള ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് ശരിയാവുന്നില്ലല്ലോ. അപ്പം എന്താണ് കുഴപ്പം? എന്താണ് ഓസ്റ്റിൻ്റെ ഡെഫിനിഷനിൽ വന്ന തകരാറ്? ഓസ്റ്റിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞത് ശരിയാണ്, റൈറ്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഉണ്ടാവും. തിരിച്ച് ശരിയല്ല. എപ്പോഴും ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് റൈറ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റൈറ്റ് ഉണ്ടെങ്കിൽ ഡ്യൂട്ടി ഉണ്ടാവും എന്നുള്ളിടത്തോളം ഓസ്റ്റിൻ്റെ ഡെഫിനിഷൻ ശരിയാണ്. എന്നാൽ ഡ്യൂട്ടി ഉള്ളിടത്തെല്ലാം റൈറ്റ് ഉണ്ടായിക്കോളും എന്ന് അത് ശരിയല്ല. ഇത് പിന്നീട് കണ്ടെത്തപ്പെട്ടു. അപ്പോൾ എന്താണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്? അപ്പോൾ എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ താല്പര്യങ്ങളാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അയാൾ ചെയ്തു തരുന്ന കാര്യം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യം അല്ലെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റ് ആവില്ല. എക്സ് എനിക്കൊരു കാര്യം ചെയ്തു തരാനുണ്ട്, അതെൻ്റെ ഇഷ്ടമാണെങ്കിൽ മാത്രമേ എൻ്റെ റൈറ്റ് ആവുള്ളൂ. എക്സ് എനിക്ക് 1000 രൂപ തരാനുണ്ട്, അത് തരുന്നു, എനിക്കിഷ്ടമാണ്. എന്നെ നിങ്ങൾ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നു, എനിക്കിഷ്ടമാണ്. എന്നെ നിങ്ങൾ വോട്ട് ചെയ്യാൻ സമ്മതിക്കുന്നു, എനിക്കിഷ്ടമാണ്. എൻ്റെ താല്പര്യമാണ്, എൻ്റെ ഇൻട്രസ്റ്റാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എൻ്റെ ഇൻട്രസ്റ്റാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എൻ്റെ ഇൻട്രസ്റ്റ് ആവുമ്പോൾ, എൻ്റെ ഇഷ്ടമാവുമ്പോൾ, എൻ്റെ താല്പര്യമാവുമ്പോൾ മാത്രമേ അതെൻ്റെ റൈറ്റ് ആവുള്ളൂ. എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല, എന്നെ തൂക്കിക്കൊല്ലുന്നത് എനിക്കിഷ്ടമില്ല. നിങ്ങൾക്ക് അതിനുള്ള ഡ്യൂട്ടി ഉണ്ടെങ്കിലും അതെൻ്റെ റൈറ്റ് ആവില്ല. അപ്പം എന്താ ഇപ്പോൾ മിസ്സായത്? ഓസ്റ്റിൻ്റെ ഡെഫിനിഷനിൽ മിസ്സായ കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു വാക്കാണ്, ഒരു എലമെൻ്റാണ്. അതുകൊണ്ട് റുഡോൾഫ് വോൺ ഹെറിങ് ഈ എലമെൻ്റ് സപ്ലൈ ചെയ്തുകൊണ്ട് ആ ഡെഫിനിഷനെ മറ്റൊരു വിധത്തിൽ കറക്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, റൈറ്റ്സ് ആർ ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ്. ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ്, നിയമപരമായി സംരക്ഷണമുള്ള ഇൻട്രസ്റ്റുകളാണ് റൈറ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇത് ശരിയാണോ? ഇത് മതിയോ? ഇതും പോരാ, ഇവിടെയും തകരാറുണ്ട്. എന്താ തകരാറ്? ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ് എല്ലാം റൈറ്റ് ആവില്ല. ഉദാഹരണത്തിന് മരിച്ച ഒരാളോട് അനാദരവ് കാണിക്കരുത് എന്നുള്ളത് ആ ആളുടെ മരിച്ചു കിടക്കുന്നത് ഡെഡ് ബോഡിയുടെ ഒരു ഇൻട്രസ്റ്റ് സംരക്ഷിക്കുകയാണെന്ന് പറയാം. പക്ഷെ ഡെഡ് ബോഡിക്ക് റൈറ്റ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ലല്ലോ. അനിമൽസിനോട് ക്രൂരമായി പെരുമാറരുത് എന്നുള്ളത് അനിമൽസിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുകയാണെന്ന് പറയാം. എന്നതുകൊണ്ട് അനിമൽസിന് റൈറ്റ് ഉണ്ടോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ പ്രശ്നമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ റൈറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നീട് മറ്റൊരു വീഡിയോയിൽ അത് വിശദമായി പറയുന്നുണ്ട്. എങ്കിലും സൂചിപ്പിക്കുന്നത് റൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ടെങ്കിൽ ആ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു റെമഡി ഉണ്ടാവണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ എല്ലാവരും പോകുന്നത് എൻ്റെ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാനാണ്, റെമഡി ചോദിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ റെമഡി ചോദിക്കാൻ, സ്വന്തം പേരിൽ റെമഡി ചോദിക്കാൻ പറ്റണം റൈറ്റുള്ള ആൾക്ക്. ഡെഡ് ബോഡിക്ക് അതിന് കഴിയില്ല, അനിമൽസിന് അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് അവരുടെ റൈറ്റ് അല്ല എന്ന് വരും. അപ്പം പിന്നെ എന്താണ് കാര്യം? ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ പല വേരിയേഷൻസ് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് സാൽമണ്ടിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻട്രസ്റ്റ്, റൈറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ റൂൾ ഓഫ് ലീഗൽ ജസ്റ്റിസ് ബൈ ലോ. റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. അപ്പം എന്താ അർത്ഥം? ലോ ഹെറിങ്ങിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് ആഡ് ചെയ്ത കാര്യം റെക്കഗ്നൈസ്ഡ് എന്നൊരു വാക്കും കൂടെ ചേർത്തു. അപ്പോൾ ഡെഡ് ബോഡിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. അനിമൽസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല.
റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരുടെ കാര്യമാണ്? ഇപ്പം അനിമൽസിനോട് ക്രൂരമായി പെരുമാറരുത് എന്നുള്ളത് അനിമൽസിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിലും അത് നമ്മളുടെയും കൂടെ ഇൻട്രസ്റ്റ് ആണ്, സമൂഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. ഡെഡ് ബോഡിയോട് മോശമായി പെരുമാറരുത് എന്നുള്ളത് ഡെഡ് ബോഡിയുടെ ഒരു താല്പര്യമാണെന്ന് പറയാമെങ്കിൽ അത് അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ താല്പര്യമാണ്. സമൂഹത്തിൻ്റെ താല്പര്യമാണ് പ്രശ്നം, ഡെഡ് ബോഡിക്ക് താല്പര്യങ്ങളില്ലല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഏതിനെയാണ് ലോ റൈറ്റായി റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ നാട്ടിലെ ലോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിനെ റൈറ്റായി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ റൈറ്റ് എന്ന് പറയാം. ഇതാണ് റൈറ്റിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ. ഞാൻ ഡെഫിനിഷൻസിലേക്ക് കൂടുതൽ പോകുന്നില്ല. പൊതുവിൽ ഈ കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കാൻ വേണ്ടി സാൽമണ്ട് ഇതിനെ വീണ്ടും അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ സാൽമണ്ട് കാണുന്നുണ്ട് ഈ ഒരു റൈറ്റിന് 5 ഇൻഗ്രീഡിയൻസ് ഉണ്ട്, 5 എലമെൻറ്റ്സ് ഉണ്ട്. റൈറ്റിന് 5 ഘടകങ്ങളുണ്ട്. ഈ 5 ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഒരു റൈറ്റ് ആവുകയുള്ളൂ. ഒരു പെർഫെക്റ്റ് ലീഗൽ റൈറ്റ് ആവണമെങ്കിൽ അതിന് 5 കാര്യങ്ങൾ നിർബന്ധമാണ്. ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് റൈറ്റിനെ മനസ്സിലാക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ദർ ഷുഡ് ബി എ റൈറ്റ് ഹോൾഡർ, ദ ഓണർ ഓഫ് ദ റൈറ്റ് എന്ന് പറയും. ഞാൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പിന്നീടൊരു ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ഇപ്പം സൂചിപ്പിക്കുന്നത് എവറി റൈറ്റ് ഷുഡ് ഹാവ് ആൻ ഓണർ, എവറി റൈറ്റ് ഷുഡ് ഹാവ് എ സബ്ജക്റ്റ് ഓഫ് ദ റൈറ്റ് എന്ന് പറയും, ഹോൾഡർ ഓഫ് ദ റൈറ്റ്. ഒരു റൈറ്റ് ഉണ്ട്, പക്ഷെ ആരുടേതാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ അത് ആരുടെ റൈറ്റ് എന്ന് പറയാൻ പറ്റണം. അത് ഒരാളുടേതാവണമെന്നില്ല, ഒന്നിലധികം പേരുടേതോ സമൂഹത്തിൻ്റെ ആകെ റൈറ്റോ ഒക്കെ ആവാം. പക്ഷെ ആരുടേതെങ്കിലും അല്ലാത്ത ഒരു റൈറ്റ് പോസിബിൾ അല്ല. അപ്പോൾ ദർ ഷുഡ് ബി എ പേഴ്സൺ ഹു ഈസ് ദ ഓണർ ഓഫ് ദ റൈറ്റ് എന്നുള്ളത് നിർബന്ധമാണ്. സബ്ജക്റ്റ് ഓഫ് ദ റൈറ്റ് എന്ന് പറയും, ഓണർ ഓഫ് ദ റൈറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പം തന്നെ വരുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ആ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓഫ് ദ ഡ്യൂട്ടി എന്നുള്ളതാണ്. ദ പേഴ്സൺ ബൗണ്ട് ബൈ എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി. ഒരു റൈറ്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഓസ്റ്റിൻ സൂചിപ്പിച്ചതുപോലെ റൈറ്റിന് എല്ലായ്പ്പോഴും ഒരു കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഉണ്ടാവും. ഓസ്റ്റിൻ പറഞ്ഞ തകരാറ് നമ്മൾ കണ്ടു. ഡ്യൂട്ടി ഉണ്ടെങ്കിൽ എപ്പോഴും റൈറ്റ് ഉണ്ടാവും എന്ന് ഓസ്റ്റിൻ പറഞ്ഞു. അത് ശരിയല്ല. പക്ഷെ റൈറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡ്യൂട്ടി ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. ഒരു റൈറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായും അതിനൊരു ഡ്യൂട്ടി ഉണ്ടാവും. So if you have a right, there should be somebody who is bound by a corresponding duty. 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ബാധ്യതയുള്ള മറ്റൊരാളുണ്ടാവണം. ഞാൻ നേരത്തെ അതൊക്കെ സൂചിപ്പിച്ചതാണ്. അപ്പം അത്തരത്തിൽ റൈറ്റ് ആരുടേതാണോ ആ ആൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ബാധ്യതയുള്ള മറ്റൊരാളുണ്ടാവും. അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ഓഫ് ദ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 2 പേര് ഇതിനകത്ത് വേണം. ഒന്ന് ഓണർ ഓഫ് ദ റൈറ്റ്, 2 ദ പേഴ്സൺ ബൗണ്ട് ബൈ എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഡ്യൂട്ടിയുള്ള ഒരാൾ എന്തോ ഒരു കാര്യം ചെയ്തു കൊടുക്കണമല്ലോ ഈ റൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക്. അതിനെയാണ് കണ്ടന്റ് ഓഫ് ദ റൈറ്റ് എന്ന് പറയാം. കണ്ടന്റ് ഓഫ് ദ റൈറ്റ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് ദ റൈറ്റ് ആണ്. ഈ കണ്ടന്റ് ഓഫ് ദ റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ആക്ട് ഓർ ഒമിഷൻ, ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കലോ, ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ വിച്ച് ഈസ് റിക്വയർഡ് ഫ്രം ദ പാർട്ട് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ബൈ ദ കറസ്പോണ്ടിങ് ഡ്യൂട്ടി. ഇതിനെയാണ് നമ്മൾ കണ്ടന്റ് ഓഫ് ദ റൈറ്റ് എന്ന് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,00,000 രൂപ എക്സിന് കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് ₹1,00,000 എന്ന് പറയുന്നതാണ് കണ്ടന്റ്. എക്സിന് റൈറ്റ് ഉണ്ട് ആ പൈസ കിട്ടാൻ, വൈക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് ആ പൈസ കൊടുക്കാൻ. ആ പൈസ കൊടുക്കലാണ് ആ റൈറ്റിൻ്റെ കണ്ടന്റ്. അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ആ പൈസ കൊടുക്കലാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ ഓണർഷിപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞു. എൻ്റെ വീടിൻ്റെ ഓണർഷിപ്പിൻ്റെ ഉദാഹരണത്തിൽ ഐ ആം ദ ഓണർ, സോ ഐ ആം ദ ഓണർ ഓഫ് ദ റൈറ്റ്. ആരാ? ഹു ഈസ് ദ പേഴ്സൺ ബൗണ്ട്? ദ പേഴ്സൺ ബൗണ്ട് ഈസ് ദ സൊസൈറ്റി അറ്റ് ലാർജ്. നിങ്ങളെല്ലാവരുമാണ്. വാട്ട് ഈസ് ദ കണ്ടന്റ്? വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് റൈറ്റ്? നോട്ട് ടു ഇൻ്റർഫിയർ വിത്ത് ദ പീസ്ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് മൈ പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി. നോട്ട് ടു ഇൻ്റർഫിയർ വിത്ത് ദ പീസ്ഫുൾ എൻജോയ്മെൻറ്റ്, ലോഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് മൈ പ്രോപ്പർട്ടി. അതാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കണ്ടന്റ് ഓഫ് ദ റൈറ്റ്.
നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഓഫ് ദ റൈറ്റ്. ഈ റൈറ്റ് ഏതിൻ്റെയോ മേലാണ് എക്സസൈസ് ചെയ്യുക, ഏതെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട്. ഞാനിപ്പോൾ പറഞ്ഞത് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ്. അപ്പോൾ അത് ആ പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. മൈ റൈറ്റ് ടു ലൈഫ്, ഞാൻ തന്നെയാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ ജീവനാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. 1,00,000 രൂപ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. 1,00,000 രൂപയാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. അതിൻ്റെ പേയ്മെൻ്റ് ആണ് അതിൻ്റെ കണ്ടൻറ്റ്. പേയ്മെൻ്റാണ് അതിൻ്റെ കണ്ടൻറ്റ്. 1,00,000 രൂപയാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. സോ ഒബ്ജക്റ്റ് ഈസ് ദ തിങ് ഓവർ വിച്ച് തിങ് മേ ബി ഐദർ ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. തൊടാൻ പറ്റുന്നതാവാം, അല്ലാത്തതാവാം. അപ്പോൾ ആ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ തിങ്ങിൻ്റെ മേൽ ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ബാധ്യത, ആ ബാധ്യതയുള്ള ആളുണ്ട്, ആ ബാധ്യതയുടെ ബെനഫിറ്റ് അനുഭവിക്കുന്ന ആളുണ്ട്. സോ റൈറ്റ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കൂ. റൈറ്റിൽ ആ റൈറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അതിൻ്റെ ഓണറായിട്ടുള്ള ഒരാളുണ്ട്, ആ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്യൂട്ടി ഉള്ള ഒരാളുണ്ട്. ഈ രണ്ടുപേരും ഇല്ലെങ്കിൽ റൈറ്റ് ഇല്ല. ഈ ഡ്യൂട്ടി ഉള്ള ആൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് കണ്ടൻറ്റ്. അത് ഏതോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ചെയ്തു കൊടുക്കേണ്ടത്, ദാറ്റ് ഈസ് ദ ഓബ്ജക്റ്റ്. ഇപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. വളരെ 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 പ്രധാനപ്പെട്ടതാണ് അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ്. സാറിനോട് സൂചിപ്പിച്ച അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് ടൈറ്റിൽ ഓഫ് ദ റൈറ്റ് ആണ്. ടൈറ്റിൽ ഓഫ് ദ റൈറ്റ്. എവറി റൈറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വളരെ ലൂസായിട്ട് റൈറ്റ് എന്നും അവകാശം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ കാര്യങ്ങളുടെ എല്ലാം, ഇതിൻ്റെ എല്ലാം പ്രസൻസ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ റൈറ്റ് ഇല്ല. നിങ്ങൾക്ക് എനിക്ക് ആ അവകാശമുണ്ട്, ഈ അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ 5 കാര്യങ്ങൾ അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറപ്പുവരുത്തൽ നടക്കുന്നുണ്ട്. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റൈറ്റ് ഇല്ല. അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് ഏതാണ്? അഞ്ചാമത്തെ ഇൻഗ്രീഡിയൻ്റ് ടൈറ്റിൽ ഓഫ് ദ റൈറ്റ് എന്നുള്ളതാണ്. ടൈറ്റിൽ ഓഫ് ദ റൈറ്റ് എന്ന് വെച്ചാൽ അർത്ഥം ദ സെറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് വെസ്റ്റ് എ റൈറ്റ് ഇൻ ദ റൈറ്റ് ഹോൾഡർ. ഈ റൈറ്റ് ഹോൾഡർക്ക് ആ റൈറ്റ് വന്നു ചേരാൻ ഇടയായ സാഹചര്യങ്ങളുടെ ആകത്തുകയെ ആണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ ഓണർഷിപ്പ് ഞാൻ പറഞ്ഞു. എൻ്റെ വീടിൻ്റെ ഓണർഷിപ്പ് എനിക്ക് കിട്ടി. എങ്ങനെയാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ ഓണർഷിപ്പ് കിട്ടിയത്? എക്സ് എന്ന് പറയുന്ന ആളോട് ഞാനൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി, അതിലെൻ്റെ വീട് പണിതതാണ് എൻ്റെ വീട്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആളോട് ഒരു എഗ്രിമെൻ്റ് പ്രകാരം ഞാൻ വാങ്ങിയത്, എക്സിൽ നിന്ന് ആ പ്രോപ്പർട്ടി വാങ്ങിയത് ഒരു എഗ്രിമെൻ്റ് പ്രകാരമാണ്. അങ്ങനെ എക്സ് ഇത്ര രൂപ വില നിശ്ചയിച്ച് ഞങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ആ വിലയ്ക്ക് അത് എനിക്ക് തന്നപ്പോൾ അങ്ങനെയാണ് ആ പ്രോപ്പർട്ടി എൻ്റേതായി മാറിയത്. അപ്പോൾ എൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഞാനും എക്സും തമ്മിലുള്ള എഗ്രിമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ റൈറ്റ് ടു ലൈഫിൻ്റെ ടൈറ്റിൽ എന്താണ്? എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും മകനായി ഈ പ്ലാനറ്റ് എർത്തിൽ ഒരു ദിവസം ജനിച്ചു എന്നുള്ളതാണ്, മനുഷ്യനായി ജനിച്ചു എന്നുള്ളതാണ് എൻ്റെ ടൈറ്റിൽ. സോ ഞാൻ പറയുന്നത് സെറ്റ് ഓഫ് ഫാക്ട്സ്, വസ്തുതകളുടെ ഒരു സമാഹാരമാണ്. വസ്തുതകളുടെ സമാഹാരമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. എന്തൊക്കെ വസ്തുതകളുടെ? ഈ റൈറ്റ്, ആ റൈറ്റ് ഹോൾഡർക്ക് അർഹതമാക്കപ്പെട്ട സാഹചര്യങ്ങളുടെ ആകത്തുകയാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും മറ്റൊരു ക്ലാസ്സിൽ കുറെ കൂടി വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഇത്രമാത്രം സൂചിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത് 5 തരത്തിലുള്ള ഈ ഇൻഗ്രീഡിയൻസും റൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ കൃത്യമായി ഇംപ്ലിസിറ്റ് ആണെന്ന് സാൽമണ്ട് സൂചിപ്പിച്ചു. നമുക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. റൈറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങൾ മാത്രം പോരാ. ഈ 5 കാര്യങ്ങൾ ഉണ്ടായാലും ഈ 5 കാര്യങ്ങളെയും റെക്കഗ്നൈസ് ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു റൂൾ ഓഫ് ലോ വേറെ വേണം. ഇപ്പം നമുക്ക് ഒരു പ്രശ്നം എന്താ? എനിക്കിങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ? എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെ ഒരു റൈറ്റ് എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ 2ാം വിവാഹത്തിലുണ്ടായ മകനായിട്ടുള്ള എനിക്ക് സ്വത്ത് കിട്ടും എന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ഏതെങ്കിലും ഒരു സമുദായത്തിലെ ഒരു അംഗമാണ്, ഞാൻ പെൺകുട്ടിയാണ്, എനിക്ക് എത്രയാണ് ഷെയർ? ഞാനും എൻ്റെ ബ്രദറും അമ്മയുമാണ് അവശേഷിക്കുന്നത്. 3-1 2-1 അതോ എനിക്കില്ലേ? ഒരു പെൺകുട്ടി അങ്ങനെ സംശയിക്കുന്നു. അപ്പോൾ ഈ റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്തും? റൈറ്റ് ഉണ്ടെങ്കിൽ അതിന് 5 ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ റൈറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഈ റൈറ്റ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടെത്താം എന്ന കാര്യം കുറച്ച് വിശദമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് അടുത്ത വീഡിയോയിലാവാം എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി.